യേശൂരിൻ ചേട്ടാ, നമ്മുടെ ഈ അൻവർ എന്തുദ്ദേശിച്ചാണ് PV അൻവർ MLA രംഗത്തിറങ്ങിയിരിക്കുന്നത്? ഇന്നലെ അദ്ദേഹം ചേലക്കരയിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പത്രസമ്മേളനം നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവിടെ എത്തി അത് തടയാൻ ശ്രമിച്ചു, നോട്ടീസ് കൊടുത്തു. അദ്ദേഹം വളരെ നിഷേധാത്മകമായ നിലപാടാണ് അവരോട് സ്വീകരിച്ചത്. ശരിക്കും ഒരു വലിയ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു അവിടെ. എന്താണ് ഇതിൻ്റെ പുറകിലെ രാഷ്ട്രീയം? എന്താണ് അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അങ്ങേക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്? അൻവറിന്റെ രാഷ്ട്രീയം ശരിക്കും കേരളത്തിൽ നടപ്പാകും എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയുന്നത്. കാരണം അൻവറിന്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇസ്ലാമിക രാഷ്ട്രീയം തന്നെയാണ്. സംഘടിതമായ ഇസ്ലാമിക സമൂഹം പിന്നിലുണ്ട്. അതുകൊണ്ട് അൻവറിനെ തൊട്ടാൽ വിവരമറിയും എന്നുള്ള ഒരു അഹങ്കാരം, അതിൽ നിന്നുണ്ടാകുന്ന ധിക്കാരം, അതാണ് അൻവർ അവിടെ പ്രകടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമവും അധികാരവും അനുസരിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി അവർ ചെയ്തു. ഇതിനപ്പുറം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പോലീസാണ് ചെയ്യേണ്ടത്. പോലീസിന് നിർദ്ദേശം കൊടുക്കാൻ വരെ മാത്രമുള്ള അധികാരമേ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളൂ. പോലീസ് അത് അനുസരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ല പോലീസ് അനുസരിക്കുന്നത്, അൻവറിനെയാണ് അനുസരിക്കുന്നത്, അല്ലെങ്കിൽ LDF-നെ അല്ലെങ്കിൽ UDF-നെ അവരെയാണ് അനുസരിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിസ്സഹായമാവുകയുള്ളൂ. പക്ഷെ കേസ് വരും, മുന്നോട്ട് കേസുകൾ വരുമ്പോൾ കേസിന്റെ നാൾവഴികളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടിയും വരും. അതതിന്റെ നിയമവശം. പക്ഷെ നിയമവശം എന്തു തന്നെ ആയാലും രാഷ്ട്രീയ വശം, രാഷ്ട്രീയ ലാഭം ഇത് മാത്രം നോക്കുന്ന അൻവറിനെ സംബന്ധിച്ചും അൻവറിനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അൻവറിനെ തൊടാൻ മടിക്കുന്ന ഇടത് വലത് മുന്നണികൾക്കും ഇടയിൽ അൻവർ സുരക്ഷിതനാണ്. കാരണം അൻവറിന് ഒരു മതകവചം ഉണ്ട്. ഇപ്പോ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ പണ്ട് പാർലമെന്റ് നിയമങ്ങൾ പാസ്സാക്കുകയും സുപ്രീം കോടതി വിധി വരികയും ചെയ്യുമ്പോൾ അടിയിൽ എഴുതി ചേർക്കുന്ന ഒരു വാചകമുണ്ടായിരുന്നു, ഇത് ജമ്മു കാശ്മീരിൽ ബാധകമല്ല എന്ന്. 370 വകുപ്പ് എടുത്ത് കളഞ്ഞപ്പോൾ അതൊക്കെ പോയി. പക്ഷെ അതിനു മുമ്പ് വരെ പാർലമെന്റ് എന്ത് പാസ്സാക്കിയാലും സുപ്രീം കോടതി എന്ത് വിധിച്ചാലും അവസാനം ഒരൊറ്റ ലൈൻ എഴുതാതെ പറ്റില്ല, ഇത് ജമ്മു കാശ്മീരിൽ ബാധകമല്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏത് നിയമമുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങളാണെങ്കിലും ഇത് മുസ്ലിമിന് ബാധകമല്ല എന്ന് എഴുതാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടായിരിക്കും എഴുതാത്തത്. നമ്മൾ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. ബൈക്കിൽ 3 പേർ യാത്ര ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ 3 പേര് പോയാൽ പോലീസ് കണ്ടില്ല എന്ന് നടിക്കും. ഹെൽമറ്റ് വെക്കാതെ യാത്ര നിയമവിരുദ്ധമാണ്. പക്ഷെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണെങ്കിൽ ഹെൽമറ്റ് വെക്കണ്ട. ഇപ്പൊ എന്റെ അടുത്ത് ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞൊരു നഗരമുണ്ട്. അവിടെ CCTV എല്ലാം വെച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ ഹെൽമറ്റ് ഇല്ലാത്തവരെയൊക്കെ പിടികൂടാനും ബെൽറ്റ് ഇടാത്തവരെ പിടികൂടാനും ഒക്കെ. CCTV പ്രവർത്തിക്കുന്നില്ല, ക്യാമറ പ്രവർത്തിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ മുസ്ലിമിന്റെ മുമ്പിൽ CCTV കണ്ണടയ്ക്കും, ക്യാമറ കണ്ണടയ്ക്കും, നിയമം കണ്ണടയ്ക്കും. ഇത് ആവോളം അനുഭവിച്ച് വളർന്ന ആളാണ് അൻവർ. അതുകൊണ്ട് അൻവറിനറിയാം ഇവിടുത്തെ LDF-ഓ UDF-ഓ അവരുടെ പോലീസോ ഒന്നും അൻവറിനെ തൊടാൻ പോകുന്നില്ല. കാരണം അൻവറിനെ തൊട്ടാൽ അൻവറിനെ അല്ല തൊടുന്നത് മുസ്ലിമിനെയാണ്, ഇസ്ലാമിനെയാണ്. ഈ ഭയം പേറുന്ന 2 മുന്നണികളും ഭരിക്കുന്ന അല്ലെങ്കിൽ അവർ ചേർന്ന് സംരക്ഷിക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയ ഭൂമിക അവർക്ക് ആവശ്യമാണ്. LDF-ന് ആവശ്യമാണ്, UDF-ന് ആവശ്യം. ഇപ്പൊ പിണറായി വിജയനെതിരെ അൻവർ ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്നലെ വരെ പിണറായി വിജയൻ ചെയ്തു കൊടുത്തിരുന്ന സൗകര്യങ്ങൾ ആവശ്യമനുസരിച്ചായിരുന്നുവെങ്കിൽ ഇന്ന് അൻവറിന്റെ ആവശ്യമനുസരിച്ച് എല്ലാ കാര്യങ്ങളും അത് സാധിച്ചു കൊടുക്കാത്ത വിധം ഡിമാൻഡ് വർദ്ധിച്ചു കാണും. അപ്പോ ഒരു പരിമിതി ഉണ്ടല്ലോ ഏത് കാര്യത്തിനും. ഈ പണ്ട് പറയല്ലേ, മോഷ്ടിക്കാമെന്ന് കരുതി വെളുക്കുന്നവരെ മോഷ്ടിക്കാവോ എന്നേ. ആ ഒരു അവസ്ഥ വന്നപ്പോ UDF-ലേക്കായി ഇപ്പൊ നോട്ടം. ഇപ്പൊ DMK എന്ന് പറയുന്ന ഒരു പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ പാർട്ടിയല്ല, ഇനി എന്താന്ന് ചോദിച്ചാൽ നിർവചനം ഒന്നും ഇടാത്തൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ആ സംവിധാനത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി ആക്കി മാറ്റി അല്ലെങ്കിൽ ഒരു ജനകീയ സംവിധാനം ആക്കി മാറ്റി UDF-ലേക്ക് ചേക്കേറി അവിടെ MLA മാത്രമല്ല മന്ത്രിയും കൂടെ ആകാനുള്ള കരുനീക്കങ്ങളാണ് അൻവർ ഇപ്പോൾ നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ LDF സംരക്ഷിച്ചില്ലെങ്കിൽ UDF സംരക്ഷിക്കും. ഇത്തവണ എനിക്ക് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല, അടുത്ത തവണ മന്ത്രിയാവും. മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് ഈ കൊള്ള ആഗോളതലത്തിൽ വ്യാപിപ്പിക്കാൻ അൻവറിന് പദ്ധതി ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ പോലീസിനെ ധിക്കരിക്കാം, അതുപോലെ ഇലക്ഷൻ കമ്മീഷനെ ധിക്കരിക്കാം,
കോടതിയെ ധിക്കരിക്കാം. കാരണം ഇലക്ഷൻ കമ്മീഷന് വേണ്ടി നോട്ടീസ് കൊടുക്കുന്നത് കോടതിയുടെ അധികാരമുള്ള ADM ആണല്ലോ. അപ്പോ ധിക്കരിക്കാം. അപ്പൊ കോടതിയെ ധിക്കരിച്ചാലും പോലീസിനെ ധിക്കരിച്ചാലും ഭരണകൂടത്തെ ധിക്കരിച്ചാലും എന്റെ സുരക്ഷിത കവചമാകുന്ന ഇസ്ലാം എന്റെ ചുറ്റും നിലകൊള്ളുന്നത് കൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല. ഞാൻ ഈ കേരള രാഷ്ട്രീയത്തെ എന്റെ വിരൽത്തുമ്പിലിട്ട് കറക്കും എന്നുള്ള അഹങ്കാരം, അതാണ് അൻവറിൽ കാണുന്നത്. ഈ അഹങ്കാരിയായ അൻവറിനെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ അടിച്ചൊതുക്കാനോ ഉള്ള കഴിവൊന്നും ഇരട്ടച്ചങ്കൻ പിണറായിക്കില്ല. പിണറായി അവിടെ തീർന്നു, അൻവറിന്റെ മുമ്പിൽ തീർന്നു. ഇപ്പൊ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്ന പോലെ ഈ അൻവറിന്റെ മുമ്പിൽ വന്നാൽ പിന്നെ കുതിരയ്ക്ക് ചാട്ടോ ഇല്ല, ഓട്ടോ ഇല്ല, ഒന്നുമില്ല. അവിടെ കുതിര പൂച്ചയായി. പിണറായി എന്ന് പറയുന്ന പടക്കുതിര അവിടെ വെറും പൂച്ചയായി. UDF-ലേക്ക് വാതിൽ തുറന്നു കിടക്കുന്നത് അൻവറിന് കാണാം. ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് അൻവറിനെ തൊടാൻ പോകുന്നില്ല. ഇത് ഈ ചേലക്കരയിലാണ് ഇദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിയത്. വളരെ ബുദ്ധിപൂർവം അദ്ദേഹം വയനാടോ പാലക്കാടോ നടത്താതെ ചേലക്കരയിൽ വന്ന് നടത്തി. ചേലക്കരയിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പേരും പറഞ്ഞ് ചേലക്കരയിൽ വന്ന് പത്രസമ്മേളനം നടത്തുകയായിരുന്നു. ഇത് സത്യത്തിൽ ഇത് ഈ വയനാടും പാലക്കാടും കാരണം ധാരാളം മുസ്ലിം വോട്ടുള്ള 2 മണ്ഡലങ്ങളാണ്. ആ അർത്ഥത്തിലാണോ അൻവർ ഇത് ചെയ്തിരിക്കുന്നത്? മതാത്മകമായ ഒരു ഡിവിഷൻ വരുത്താനാണോ അൻവറിന്റെ ശ്രമം? തീർച്ചയായിട്ടും അതെ. മതപരമായിട്ടുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കിക്കൊണ്ട് അൻവർ തന്റേതായിട്ടുള്ള ഒരിടം സൃഷ്ടിച്ചെടുക്കുകയാണ്. നമുക്കറിയാം 45% വോട്ടുകളുണ്ട് വയനാട്. 45,000 വോട്ട് മുതൽ 60,000 വോട്ട് വരെയുണ്ട് പാലക്കാട്. അപ്പോൾ ഈ വോട്ട് ബാങ്കുകളെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥികളില്ല. എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥി ചേലക്കരയിലുണ്ട്. ചേലക്കരയിലെ വോട്ടിങ്ങിന്റെ പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ ഞാൻ അവിടെ പോയ ആളാണ്. എനിക്ക് അവിടുത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാകുന്നത് 5,000 മുതൽ 10,000 വരെ വോട്ട് അൻവറിന്റെ സ്ഥാനാർത്ഥി പിടിക്കുകയാണെങ്കിൽ അൻവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം സാധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ള ലിറ്റ്മസ് പരീക്ഷണം കൂടിയാണ് ചേലക്കരയിൽ സംഭവിക്കാൻ പോകുന്നത്. അത് എങ്ങനെ സംഭവിക്കും, എങ്ങനെ വരും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. ഏതായാലും ഈ ഒരു വസ്തുത യഥാർത്ഥത്തിൽ അവിടെ തലയുയർത്തിയിട്ടുണ്ട്. അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം, അൻവറിന്റെ UDF പ്രവേശനം, അൻവറിന് മുസ്ലിം രാഷ്ട്രീയ മേഖലയിൽ ഒരു ഇടമുണ്ട്. ഇപ്പോൾ PFI നിരോധിച്ചിരിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള മറ്റു പല സംഘടനകളും ഭയന്നിരിക്കുന്നു. ഇവർക്കെല്ലാം അൻവറിന്റെ ചിറകിന്റെ കീഴിൽ അഭയം തേടാൻ അവസരമുണ്ട്. ആ ഒരു കാഴ്ച നമുക്ക് ഈ റിസൾട്ട് വരുമ്പോൾ കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചേട്ടാ, ഈ പാലക്കാട് വാസ്തവത്തിൽ പാലക്കാട് നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ പറഞ്ഞു. പിന്നീട് അതങ്ങ് പിൻവലിച്ചു. ആളെ നാമനിർദ്ദേശ പത്രിക കൊടുത്തില്ല. അതേസമയം വയനാട് ആദ്യമേ തന്നെ അയാൾ അൻവർ UDF-ന് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഇത് സത്യത്തിൽ മുസ്ലിം ലീഗും അൻവറുമായിട്ട് എങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ? ഈ അൻവറിൻ്റെ കടന്നുവരവ് ലീഗ് താല്പര്യപ്പെടുമോ? ലീഗിന് അതിൽ താല്പര്യം ഉണ്ടാകുമോ? ഇവിടെ അൻവർ ആയാലും SDPI ആണെങ്കിലും മറ്റേതെങ്കിലും പാർട്ടി, ഇപ്പൊ INL ആണെങ്കിലും അതുപോലെ വെൽഫെയർ പാർട്ടി ആണെങ്കിലും മുസ്ലിം പാർട്ടികൾ എന്ന് പറഞ്ഞ് പലതായി നിൽക്കാനുള്ള കാരണം, അടിസ്ഥാനപരമായ കാരണം ഇസ്ലാമിക തീവ്രവാദ ശക്തികളാണ്. ഇപ്പൊ ഇസ്ലാമിക തീവ്രവാദത്തില് ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം, ലഷ്കർ-ഇ തോയ്ബ നമുക്കറിയാം, അങ്ങനെ പല പല പാർട്ടികളും പല പല ഭീകര സംഘടനകളുമുണ്ട്. എന്തിനാണ് ഇത്രയേറെ മുസ്ലിം പാർട്ടികൾ? ഒരു മുസ്ലിം ലീഗ് പോരെ എന്ന് ചോദിച്ചാൽ അത് പോരാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ. അതായത് തീവ്രവാദം എന്നുള്ളതും അതിതീവ്രവാദം എന്നുള്ളതും അനുസരിച്ച് പല വ്യത്യസ്ത അന്താരാഷ്ട്ര ഗ്രൂപ്പുകളുടെ സ്ലീപ്പിംഗ് സെല്ലുകളായിട്ട് കേരളത്തിൽ തുടങ്ങുകയും പിന്നീട് അത് PFI ആയിട്ടും SDPI ആയിട്ടും വെൽഫെയർ പാർട്ടി ആയിട്ടും PDP ആയിട്ടും INL ആയിട്ടും വളരുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തിനും അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനും പുറത്തുള്ള ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ ഓരോ ഭീകര സംഘടനകളുടെ കേരള രാഷ്ട്രീയ മുഖങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന DMK
ഏതെങ്കിലുമൊക്കെ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ വിദേശ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്നതാണ് എന്ന് സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹം ചേലക്കരയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പണം കൊടുത്തപ്പോഴാണല്ലോ അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായത്. അപ്പം ഇത്രമാത്രം പണം അൻവറിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ഡയറക്റ്റ് ബന്ധമുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അപ്പോൾ കേരള രാഷ്ട്രീയത്തില് ഈ പറഞ്ഞ എല്ലാ ഭീകര സംഘടനകളും, അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്നിപ്പോൾ ഉള്ള എല്ലാ ഭീകര സംഘടനകളും അവരുടേതായ രാഷ്ട്രീയ ഇടം കണ്ടെത്തിയിരിക്കുന്നു. കാരണം LDF UDF അനുകൂലമാണ്. അപ്പൊ LDF UDF അനുകൂലമായി നിൽക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അവർക്ക് തോക്കെടുക്കണ്ട, ബോംബ് പൊട്ടിക്കണ്ട, യാതൊരു ആയുധവും എടുക്കാതെ അവരുടെ ലക്ഷ്യം സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തരം ശക്തികളെ വളർത്തും. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികളുടെ പേരുകളിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നതെങ്കിലും മുസ്ലിം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പൊതുസത്വത്തിന് കീഴിൽ ഇവർക്കെല്ലാം അഭയമുണ്ട്, സംഘടനിത സംവിധാനമുണ്ട്, നേതൃത്വമുണ്ട്, നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്കിന്റെ പിൻബലം ഇദ്ദേഹത്തിനുള്ളത് കൊണ്ട് LDF-ഉം UDF-ഉം അൻവറിനെ പൂജിക്കുകയേ ഉള്ളൂ, ഒരു കാരണവശാലും സ്പർശിക്കാൻ പോകുന്നില്ല. ഇത് അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ്. ഇത് വയനാട്ടില് അതുപോലെ തന്നെ പാലക്കാട് ഒക്കെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അവിടെ മുസ്ലിം ലീഗ്, അൻവറിന്റെ DMK, INL, വെൽഫെയർ പാർട്ടി, SDPI എന്നുള്ള യാതൊരു വേർതിരിവില്ല. ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി, നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പലതായിട്ട് അഭിനയിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് അൻവർ സംരക്ഷിക്കപ്പെടും. അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാവരും കൂടെ ചേരുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ, മറ്റേ ബ്രദർഹുഡ് അല്ല, ഇവിടെ കേരളത്തില് LDF UDF പോറ്റി വളർത്തുന്ന മുസ്ലിം രാഷ്ട്രീയത്തിന്റെ സംഭാവനയായി ഒരു പുതിയ പാർട്ടിയും ഒരു പുതിയ നേതാവിന്റെയും ഉദയമായിരിക്കും നമ്മൾ കാണുക. എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ് വയനാട്, ചേലക്കരയിലും. പാലക്കാട് 20-ാം തീയതിയാണല്ലോ. നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ കാത്തിരിക്കാം. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ജനം വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാം. നന്ദി, നമസ്കാരം.